മരണം സംഭവിച്ച ശേഷം ആളൊഴിഞ്ഞ മേഖലയിലിട്ട് പുറത്തിട്ട് ഈ ബോഡി പീസാക്കി മാറ്റി. 6 ഭാഗമുണ്ടായിരുന്നു ഇതിന്. ഉടലെടുത്ത് തണ്ണീറുക്കം വണ്ടിലിട്ടാണ്. 2 കാലുകൾ. ഈ 2 കാലുകൾ ഇവർ ആദ്യം കൊണ്ടുവന്ന് ചീപ്പുങ്കൽ പാലത്തിൽ എറിഞ്ഞാണ്. ഇത്രയും ചെയ്തിട്ടും ഈ റിസ്ക് എടുത്ത് ഈ സ്ത്രീയെ കാണാൻ അനേകം സ്ത്രീകളുമായി റിലേഷനുള്ള പ്രവീൺ വരുന്നുണ്ടെങ്കിൽ പ്രവീണിന്റെ ലക്ഷ്യം സ്വത്താണെന്ന് ഷാജിക്ക് അറിയാം. ഷാജി ഒരു കൂർമ്മ ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഷാജിയുടെ ഒരു പ്രത്യേകത, ഷാജി എഴുതുന്ന ചാർജ് ഷീറ്റൊന്നും ഒരു അഭിഭാഷകനും പെട്ടെന്ന് പൊളിക്കാൻ സാധിക്കും. കാരണം അത്ര കൗശലക്കാരനും കൂർമ്മ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥനുമായിരുന്നു ഷാജി. പുലർച്ചെ കൊച്ചിക്കായലിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ഒരു മത്സ്യത്തൊഴിലാളി വലയിൽ ഈ തല കുടിക്കും. അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത് 2 പോലീസുകാരാണെന്ന് കണ്ടെത്തിയത്. ഒരു അത്തരത്തിലുള്ള സെറ്റപ്പ് കൊച്ചിയിലിരിക്കുന്ന പോലീസുകാർക്കൊക്കെ ഉണ്ട്. ചേട്ടാ, 2005 ഫെബ്രുവരി 15 കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു പ്രവീൺ വധക്കേസ്. ഏറ്റുമാനൂർ സ്വദേശിയായ പ്രവീൺ എന്ന യുവാവിനെ DYSP ആയ ഷാജി തൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് കൊട്ടേഷൻ സംഘത്തലവനായ പള്ളുരുത്തി പ്രിയനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ മൃതദേഹം 3 സ്ഥലങ്ങളിലായി ഉപേക്ഷിച്ച സംഭവം വളരെ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ്. ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഭാര്യയുടെ മകൻ, ആദ്യ ഭാര്യയുടെ മകൻ പിതാവിനെ പുറത്തിറക്കണം. ഒരു 2 പതിറ്റാണ്ടോളമായി ജയിൽ കഴിയുന്ന തൻ്റെ പിതാവിനെ പുറത്തിറക്കണം എന്ന് ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ ഭാര്യയുടെ മകൻ ഒരു കാരണവശാലും പിതാവിനെ പുറത്തിറക്കരുത്, പുറത്തിറക്കി കഴിഞ്ഞാൽ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഭീഷണിയാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്നു. മൂന്നാമത്തെ ഭാര്യയെ അവിഹിതം കഥ അറിഞ്ഞതോടുകൂടി കാമുകനെ തന്നെ വെട്ടിയെറിഞ്ഞ് വിവിധ ഭാഗങ്ങളിലായി എറിഞ്ഞ ഒരാൾ. ഇതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിയുടെ കഥ. DYSP ഷാജിയുടെ കഥ ചുരുക്കത്തിൽ പറയുന്ന ഒന്ന്. ഈ 3 വിഭാഗത്തിലും ഷാജി പെടും. ഷാജി 2005 ഫെബ്രുവരി മാസം വരെ കേരള പോലീസിലെ ഏറ്റവും മികച്ച DYSPമാരിൽ ഒരാളായിരുന്നു. കാരണം ഷാജിയുടെ ഒരു പ്രത്യേകത, ഷാജി എഴുതുന്ന ചാർജ് ഷീറ്റൊന്നും ഒരു അഭിഭാഷകനും പെട്ടെന്ന് പൊളിക്കാൻ സാധിക്കില്ല. കാരണം അത്ര കൗശലക്കാരനും കൂർമ്മ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥനുമായിരുന്നു ഷാജി. ഷാജിക്ക് അയാളുടെ മുന്നിൽ വരുന്ന എല്ലാ കുറ്റങ്ങളും അയാൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പടിപടിയായി ഉയർന്ന് ഒരു സബ് ഇൻസ്പെക്ടർ മാത്രമായിരുന്ന അയാൾ നിമിഷ നേരം കൊണ്ട് DYSP റാങ്കിലേക്ക് വളർന്നത്. ഈ ഫെബ്രുവരി മാസം എത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മലപ്പുറത്തായിരുന്നു. മലപ്പുറം SP ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ DYSP ആയിരുന്നു ഷാജി. അതുവരെയും ഷാജിയെക്കുറിച്ച് ആളുകൾക്ക് ഒരു വ്യക്തത വന്നിരുന്നില്ല. ഷാജിയുടെ മറു സൈഡ്, അതായത് കേരള പോലീസിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഷാജി അല്ലാതെ ഷാജിയുടെ മറുവശമോ ഷാജിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഷാജിയുടെ ഒരു പ്രത്യേകത, ഷാജിക്ക് എറണാകുളത്ത് കുറച്ച് സ്വകാര്യ ബസ്സുകളുണ്ട്, സ്വകാര്യ ബസ് സർവീസ് ഉണ്ട് ഷാജിക്ക്. അതുപോലെ തന്നെ ഷാജിക്ക് കുറച്ച് ടൂറിസ്റ്റ് ഹോമുകളുണ്ട്. ഇങ്ങനെ കുറേ വസ്തുവകകൾ ഷാജിക്ക് ഉണ്ട്. ഇതെല്ലാം ബിനാമി പേരാണ്. ബിനാമി എന്ന് പറയാൻ പറ്റില്ല, ഷാജിയുടെ ഭാര്യയുടെ പേരിലാണ് ഈ വസ്തുവകകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നത്. ഈ ബസ്സിൻ്റെ നോക്കി നടത്തിപ്പിനൊക്കെ ആയിട്ട് ഷാജി മേവക്കാട് പവിത്രൻ എന്ന് പറയുന്നത് ഷാജിയുടെ ഒരു ബന്ധുവാണ്. പവിത്രൻ്റെ മൂത്ത മകൻ പവിത്രൻ്റെ മകനായിട്ടുള്ള പ്രവീൺ. ഈ പ്രവീണിന് ഒരു ജോലി കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷാജി എറണാകുളത്തേക്ക്, അതായത് ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള പ്രവീണിനെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി. ഷാജിയും കോട്ടയം സ്വദേശിയാണ്. പക്ഷേ ഷാജി വിവാഹം ചെയ്ത് എറണാകുളം പള്ളുരുത്തിയിൽ സെറ്റിലായിരിക്കുകയാണ്. പള്ളുരുത്തിയിൽ ഇദ്ദേഹത്തിന് വസതിയുമുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരുന്നു. പ്രവീണിൻ്റെ ജോലി ഷാജിയുടെ വാഹനം, പ്രൈവറ്റായിട്ട് ഷാജിയുടെ വാഹനം ഓടിക്കുക, ഒപ്പം ഈ ബസ്സിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുക, കണ്ടക്ടറായിട്ട് പിന്നെ ഈ മുൻ കണ്ടക്ടറായിട്ട് നിൽക്കുക, മുൻപ് നിൽക്കുന്ന കണ്ടക്ടർ, അതായത് ചാർജ് കണ്ടക്ടർ എന്ന് പറയും, അതായിട്ട് നിൽക്കുക. ഇത്തരത്തിലുള്ള ജോലികളൊക്കെയാണ്. ഇടയ്ക്ക് ബസ്സും ഇയാൾ കയറി ഓടിക്കാറുണ്ട് ഈ പ്രവീൺ ഒരു വിശ്വാസവഞ്ചന ഈ ഷാജിയോട് കാണിച്ചു. വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞാൽ, ഷാജി മലപ്പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഷാജിക്ക് ഒരു ഫോൺ കോൾ എത്തി. ആ ഫോൺ കോളിൽ ഷാജിയോട് നൽകിയ വിവരം, ആ ഫോൺ കോളിലുള്ള ആൾ, മറുസൈഡിലുള്ള ആൾ ഷാജിക്ക് നൽകിയ വിവരം, പ്രവീണും താങ്കളുടെ ഭാര്യയും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട്, ഒരു പ്രണയ സല്ലാപം താങ്കളുടെ വീട്ടിൽ, താങ്കളുടെ ബെഡ്റൂമിൽ തന്നെ നടക്കാറുണ്ട്, താങ്കളില്ലാത്ത എല്ലാ ദിവസവും ആ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നത് പ്രവീണാണ്, ഭാര്യയ്ക്കൊപ്പം കിടക്കാറുള്ളത് പ്രവീണാണ് എന്നൊരു വിവരമാണ് നൽകുന്നത്. ഷാജി ഇത് ഞെട്ടലോട് കൂടിയാണ് കേട്ടത്. ഷാജി ചോദിച്ചു, നിനക്കിതെങ്ങനെ അറിയാം എന്നുള്ളൊരു ചോദ്യം ഷാജി ചോദിച്ചു. ഷാജി ചോദിച്ചപ്പോൾ ഈ മറുതലയ്ക്കുള്ള ആൾ പറഞ്ഞത്, ഇത് പ്രവീൺ തന്നെ എന്നോട് പറഞ്ഞതാണ്. പ്രവീൺ
രാത്രിയിൽ എനിക്കൊപ്പം ഇരുന്ന് മദ്യപിക്കാറുണ്ട്. മദ്യപിച്ച ശേഷം ഞാനാണ് പ്രവീണിനെ കഴിഞ്ഞ രാത്രിയിൽ ആ വസതിയിൽ കൊണ്ടെത്തിച്ചത്. പ്രവീൺ അതിൻ്റേതായിട്ടുള്ള പ്രവീൺ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുന്ന കാര്യങ്ങളടക്കം എന്നോട് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഷാജിയോട് ഈ മറുതലയ്ക്കുള്ള ആൾ പറഞ്ഞു. ഇതിനുശേഷം ഷാജി ഈ വിവരങ്ങൾ അന്വേഷിച്ചു. പ്രവീൺ രാത്രിയിൽ എവിടെയാണ് കിടക്കുന്നത്? ഇപ്പോൾ ഷാജിയുടെ വീട്ടിൽ എല്ലാ ആക്സസും ഉണ്ട് പ്രവീൺ ബന്ധുവാണ്, വാഹനങ്ങൾ സ്വന്തം വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ്, സ്വന്തം വാഹനം പ്രൈവറ്റ് സ്വകാര്യ വാഹനം തൻ്റെ വാഹനം ഓടിക്കുന്നുണ്ട്, പിന്നെ വാഹനങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ട്. പ്രവീണിനെ ശരിക്കും പറഞ്ഞാൽ ഷാജിയുടെ ഒരു വലങ്കൈ എന്ന രീതിയിലാണ് ഈ ഷാജി കണ്ടത്, DYSP ഷാജി. ഇപ്പോൾ DYSP ഷാജി ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇപ്പോൾ DYSP ഷാജി പ്രവീണിന് സർക്കിളിലുള്ള കുറച്ച് പേരോട് രഹസ്യമായി അറിയാൻ പറ്റുന്ന ചിലരോട് ഈ കാര്യങ്ങൾ തിരക്കി. അപ്പോൾ തിരക്കിയതിൽ ഒരാൾ ഇത് ശരിയാണ് എന്നുള്ളൊരു മറുപടി ഷാജിക്ക് നൽകി. അയാൾ തന്നെ മറ്റൊരാളോട് പറഞ്ഞു ഇത് ഷാജി ഇത് അറിഞ്ഞിട്ടുണ്ട്, ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഈ പ്രവീൺ ഇത് അറിയുന്നില്ല. പ്രവീൺ ഇത് അറിയാതിരിക്കെ മേവക്കാട് പവിത്രൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുക. മേവക്കാട് പവിത്രൻ എന്ന് പറയുന്ന പ്രവീണിൻ്റെ പിതാവിന് കോള് പോയി. ഈ കേട്ടതിൽ ഒരാൾ, അതായത് ഷാജി അന്വേഷിച്ചു, ഷാജി വിവരം തിരക്കി, അതിന് മറുപടി ഇന്നാൾ കൊടുത്തു എന്നുള്ള വിവരമൊക്കെ മൂന്നാമതൊരാൾ പവിത്രനെ വിളിച്ച് പറഞ്ഞു. പവിത്രനെ വിളിച്ച് പറയുന്നത് ഇവരുടെ ഒരു ബന്ധുവാണ്. വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഷാജി, പ്രവീൺ, പവിത്രൻ ഇതെല്ലാം ഒരു കുടുംബത്തിൽ പെട്ടവരാണ്. അപ്പോൾ പവിത്രൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള അവരുടെ ബന്ധുക്കാരെ വിളിച്ച് പറഞ്ഞു, പവിത്രൻ്റെ മറ്റു ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് പ്രവീണിനെ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞു. മറ്റേ വിളിച്ച ആൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് പ്രവീണിനെ മാറ്റിക്കോണം, ഷാജി വരുന്നുണ്ട്, മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്, ഷാജി ചില പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഷാജി ഉറഞ്ഞു തുള്ളിയാണ് വരുന്നത്, പ്രവീണിന് എന്തോ സംഭവിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഈ പവിത്രൻ ഇവിടുന്ന് അവിടെ ഓടിച്ചെന്ന് കൊണ്ടുപോക്ക് നടക്കത്തില്ല. മാത്രമല്ല പ്രവീണിൻ്റെ കയ്യിലിരിപ്പ് പിതാവിന് ഏകദേശമൊക്കെ അറിയാം, ധാരണയുണ്ട് ഇവൻ്റെ ഒരു കയ്യിരിപ്പ് എന്താണെന്ന്, ഇയാളുടെ കയ്യിരിപ്പ് എന്താണെന്ന് ഏകദേശമൊക്കെ, ക്ഷമിക്കണം മരിച്ചുപോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിരിപ്പ് എന്താണെന്ന് ഏകദേശമൊക്കെ ഒരു ധാരണ ഉണ്ട്. അങ്ങനെ പവിത്രൻ ബന്ധുവിനെ വിളിക്കുന്നു, പ്രവീണിനെ അവിടുന്ന് മാറ്റുന്നു. പ്രവീണിനെ മാറ്റിയ സമയത്താണ് രാത്രിയിൽ ഷാജി പള്ളുരുത്തി വീട്ടിലെത്തുന്നത്. പള്ളുരുത്തി വീട്ടിലെത്തുമ്പോൾ പ്രവീൺ അവിടെ ഇല്ല. പ്രവീൺ അവിടെ കിടക്കാനുള്ള സ്ഥലമൊക്കെ ഷാജി കൊടുത്തിരുന്നതാണ്. പ്രവീൺ അവിടെ ഇല്ല. ഷാജി നേരെ എവിടെ പോയിരിക്കുമെന്ന് ഉള്ള ഒരു കണക്കൂട്ടൽ ഷാജിക്കുണ്ട്. ഷാജിയുടെ തന്നെ മറ്റ് സ്റ്റാഫുകൾ പ്രവീൺ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ട് ഷാജിയോട് പറഞ്ഞിരുന്നു. അത് നിമിഷ നേരം കൊണ്ട് എന്തായാലും അവിടെ വിട്ടു പോവില്ല. അപ്പോൾ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നാണ് അവിടെ നിന്നുള്ള മറുപടിയും കിട്ടിയത്. അപ്പോൾ ഏത് ബന്ധു കൊണ്ടുപോയി കാണുമെന്ന് ഷാജി കൃത്യമായി അറിയാം. ഷാജി ആ ബന്ധുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് അവൻ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇല്ല ഞാൻ ആ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞു. ഷാജി സ്നേഹിച്ചതാ, എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വെറുത്തതാ. അത് ഈ പറയുന്ന പോലെ വേരോട് അറുത്തുകൊണ്ട് പോകുന്ന സ്വഭാവം ഷാജിക്കുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നവർ കൂടിയാണ്. മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥൻ DYSP ആണ്, അദ്ദേഹമാണ് പറയുന്നത്. അപ്പം അവർക്ക് നിൽക്കക്കള്ളിയില്ല. അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ പ്രവീണിനോട് പറഞ്ഞു ഞങ്ങൾ കൂടെ വരാം, നീ തൽക്കാലം അവിടെ ചെല്ലുക, ഞങ്ങൾ ഷാജിയെ സമാധാനിപ്പിക്കാം, നീ എന്തായാലും വന്നേ പറ്റൂ, നമുക്ക് ഈ പ്രശ്നം എന്തായാലും തീർക്കണം, ഓടിയാൽ നീ എവിടെ വരെ ഓടും, എവിടെ പോയാലും ഷാജി പുറകെ വരും. അങ്ങനെ നേരെ അവിടെ കൊണ്ടുചെന്നപ്പോൾ ഷാജിയുണ്ട്, ഷാജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റാഫുകളുമുണ്ട്, ഷാജിയുടെ സ്റ്റാഫുകൾ. ഷാജിയെ ഏകദേശമൊക്കെ സ്റ്റാഫുകൾക്ക് ഏകദേശം ഒരു വിശ്വാസവഞ്ചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവർക്കറിയാം, സ്റ്റാഫുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഈ കഥ പ്രവീൺ പലരോടും പറഞ്ഞത് ഈ സ്റ്റാഫുകളിലൊക്കെ കറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഷാജിയുടെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്തു. ഷാജി ഇയാളുടെ ഇടത് കൈ ചവിട്ടി ഓടിച്ചു. പ്രവീണിൻ്റെ ഇടത് കൈ അങ്ങ് ചവിട്ടി ഓടിച്ചു. കാര്യമായിട്ട് അവിടെ ഇട്ട് കൈകാര്യം ചെയ്തു. അയാളുടെ അരിശം തീർത്ത ശേഷം അയാൾ ഇവനെ ചവിട്ടി ഉരുട്ടി ഇവരുടെ മുമ്പിലിട്ട് കൊടുത്തു. എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇനി വിട്ട് കഴിഞ്ഞാൽ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞവനെ. ഇങ്ങനെ പറഞ്ഞ് ഷാജി തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോയി. ഇവർ നേരെ ഇയാളെ എടുത്ത് പവിത്രനെ ഏൽപ്പിച്ചു. പവിത്രൻ തിരുവനന്തപുരം ആയുർവേദ ആശുപത്രി ഉണ്ടല്ലോ, നമ്മുടെ തമ്പാനൂരിന് കയറി വരുമ്പോൾ നമ്മുടെ കിഴക്കേക്കോട്ട റൂട്ടിൽ പോകുന്ന ആയുർവേദ ഹോസ്പിറ്റൽ, അവിടെ കൊണ്ടുവന്ന് നേരെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഏകദേശം 1 മാസത്തോളം ഇയാൾ ചികിത്സയിൽ കഴിഞ്ഞു. തിരിച്ച് പവിത്രൻ ഇയാളെ കൊണ്ടുവന്ന് കോട്ടയത്തെ ഒരു ഈ പലചരക്ക് വ്യാപാരി, പലചരക്കെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഏർപ്പാടുള്ള ഒരാളുടെ കയ്യിൽ ഡ്രൈവറായിട്ട് കയറ്റി വിട്ടു. അങ്ങനെ ഇയാൾ കോട്ടയത്തുള്ള ഈ മനുഷ്യൻ്റെ ഡ്രൈവറായി കുറേ കാലം ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് 2004 കടന്നുപോയി. 2005. പക്ഷേ 2005 ഷാജിയുടെ ജീവിതത്തിലെയും പ്രവീണിൻ്റെ ജീവിതത്തിലെയും ഏറ്റവും നിർണായകമായിട്ടുള്ള വർഷമായിരുന്നു. 2005 ജനുവരി അവസാനം
കൊച്ചി പള്ളുരുത്തിയിലുള്ള ഒരു അജി മലപ്പുറത്തിന് വണ്ടി കയറി മലപ്പുറത്ത് SP ഓഫീസിലെത്തുന്ന അജി ഇദ്ദേഹത്തെ കാണണം എന്ന് ആവശ്യപ്പെട്ടു. ഈ ഷാജിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഷാജി പുറത്തിറങ്ങി വന്നു. ഇപ്പോൾ പള്ളുരുത്തിക്കാരനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഷാജി പുറത്തിറങ്ങി വന്നു. അജിയുമായി സംസാരിച്ചു. അജി പറഞ്ഞു, എനിക്ക് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു രഹസ്യം താങ്കളോട് ഷെയർ ചെയ്യാനുണ്ട്. ആ രഹസ്യം താങ്കളോട് എനിക്ക് പറയണം. എനിക്ക് താങ്കളോട് വലിയ ബഹുമാനവും സ്നേഹവും ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി ഇത്രയും ദൂരം വന്നത് എന്ന് അജി പറഞ്ഞു. അങ്ങനെ ഇവർ മാറി നിന്ന് സംസാരിച്ചപ്പോൾ അജി പറഞ്ഞു, താങ്കൾ മർദ്ദിച്ചതിലൊന്നും അവൻ അടങ്ങിയിട്ടില്ല. പ്രവീൺ അവൻ ഇപ്പോഴും താങ്കളുടെ വീട്ടിൽ വന്നു പോകുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അവൻ ഇവിടെ എത്തും, എറണാകുളത്ത് എത്തും, താങ്കളുടെ ഭാര്യയുടെ അടുത്ത് വരാറുണ്ട്. അതിനുശേഷം പുലർച്ചെ അവൻ തിരിച്ചു പോവുകയാണ് പതിവെന്ന് പറഞ്ഞു. ഷാജിക്ക് വല്ലാത്ത അരിശം കയറി. കാരണം ഈ വാഹനങ്ങൾ, സ്വകാര്യ ബസ്, ടൂറിസ്റ്റ് ഹോം, അവിടെ കിടക്കുന്ന വീട്, ഇതെല്ലാം ഈ സ്ത്രീയുടെ പേരിലാണ്. ഈ സ്ത്രീയെ പ്രവീൺ വലയത്തിലാക്കിയിരിക്കുകയാണ്. പ്രവീണിൻ്റെ ഉദ്ദേശം ഈ സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. പ്രവീണിനറിയാം ഈ വസ്തുക്കളെല്ലാം ഇവരുടെ പേരിലാണ്. പ്രവീണിൻ്റെ കയ്യിൽ ആയിക്കഴിഞ്ഞാൽ പ്രവീൺ ഈ സ്വത്തുക്കളെല്ലാം കിട്ടുമെന്ന്. അതുകൊണ്ടാണ് അവൻ പ്രവീൺ വല വിരിച്ചത്. മരിച്ചു പോയെങ്കിലും അങ്ങനെ ഞാൻ അവൻ എന്നുള്ള വീണ്ടും ആവർത്തിച്ചു. വിശുദ്ധനാക്കാൻ പറ്റില്ലല്ലോ. മരണമാരെയും വിശുദ്ധനാക്കുന്നില്ല എന്ന് പൊതുവെ പറയുന്ന ഡയലോഗ് പോലെ കയ്യിലിരിപ്പ് വെച്ചിട്ട് വിശുദ്ധനാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇത്തിരി വക്രബുദ്ധിയാണ്. ആ വക്രബുദ്ധി ഉപയോഗിച്ചപ്പോൾ ഇത് നടക്കും എന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും ചെയ്തിട്ടും ഈ റിസ്ക് എടുത്ത് ഈ സ്ത്രീയെ കാണാൻ അനേകം സ്ത്രീകളുമായി റിലേഷനുള്ള പ്രവീൺ വരുന്നെന്നുണ്ടെങ്കിൽ പ്രവീണിൻ്റെ ലക്ഷ്യം സ്വത്താണെന്ന് ഷാജിക്ക് അറിയാം. ഷാജി ഒരു കൂർമ്മ ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു മുഴം മുമ്പേ എറിയാൻ ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ ഷാജിയുടെ അസാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം വീണ്ടും അവിടെ നടക്കുന്നു. താൻ വിചാരിച്ചിട്ടും ഇതിനെ തടയിടാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആത്മവിമർശനം ഷാജിയുടെ മനസ്സിലുണ്ടായി. തുടർന്നാണ് ഈ പള്ളുരുത്തി പ്രിയനെ ഷാജി ബന്ധപ്പെടുന്നത്. ഷാജിയുടെ ഒരു ഗുണ്ടാ സെറ്റപ്പിലുള്ള ഒരാളാണ് പള്ളുരുത്തി പ്രിയൻ. ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഈ ബിനാമി പേരിൽ വസ്തുവും വകയെന്നൊക്കെ ആൾക്കാർ ഇത് കേൾക്കുന്നവർ ചിന്തിക്കും. ഒട്ടുമിക്ക പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്വന്തമായി തരത്തിലുള്ള സെറ്റപ്പ്, ഒട്ടുമിക്ക എന്നല്ല ചില പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ, കൊച്ചിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വന്തമായി ഗുണ്ടാ സെറ്റപ്പും ഉണ്ട്, സ്വന്തമായി ഇത്തരത്തിലുള്ള ഏർപ്പാടുകളുമുണ്ട്. അതാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത് 2 പോലീസുകാരാണെന്ന് കണ്ടെത്തിയത്. അവർ ഒരു അത്തരത്തിലുള്ള സെറ്റപ്പ് കൊച്ചിയിലിരിക്കുന്ന പോലീസുകാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഷാജി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയനുമായി സംസാരിച്ചു. പ്രിയൻ കണ്ടെയ്നർ സുനിയുമായി സംസാരിച്ചു. കണ്ടെയ്നർ സുനിയുമായിട്ടും അതുപോലെ സജിയുമായും സംസാരിച്ചു. 3 അംഗ സംഘം ആളെ കൂട്ടരുതെന്ന് ഈ പറയുന്ന പ്രിയനോട് ഷാജി നിർദ്ദേശിച്ചു. ഇത് പ്രിയൻ്റെ മൊഴിയാണ്, പള്ളുരുത്തി പ്രിയൻ്റെ മൊഴിയാണ്. ആളെ കൂട്ടരുതെന്ന് ഷാജി നമുക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൂടുതൽ ആളുകളെ കൂട്ടാൻ പാടില്ല. കാരണം കൂടുതൽ ആളുകളെ കൂട്ടിക്കഴിഞ്ഞാൽ ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞതുപോലെയാവും. പിന്നെ ഷാജിയുടെ അടുത്ത ബന്ധു വിനു, അയാൾക്കാണ് ഈ പറയുന്ന കൊലപാതകത്തിൻ്റെ ആദ്യഘട്ടം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവം നടക്കവേ വാഹനം ഒതുക്കി, അതായത് വ്യാപാരിയുടെ വാഹനം ഒതുക്കി ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുന്ന പ്രവീണിനെ വിനു വന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ വിനു പറഞ്ഞു, നമുക്ക് രാത്രിയിലാണ് പരിപാടികളൊക്കെ, കലാപരിപാടികളൊക്കെ രാത്രിയിലല്ലേ. മോഹൻലാലിൻ്റെ പടം ഉദയനാറിന് താരം അതവിടെ ആനന്ദ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നമുക്ക് പോയി ഈ സിനിമയൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പം റിലീസായിട്ട് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. നല്ല സിനിമയാണെന്ന് കേൾക്കുന്നു, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം, ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് നമുക്കൊന്ന് ആർക്കാഡിയയിലും കയറാമെന്ന് പറഞ്ഞു. ആർക്കാഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം KSRTC സ്റ്റാൻഡിൽ നേരെ ഇരിക്കുന്ന വലിയ ബാർ, വലിയ സെറ്റപ്പ് അത്. അപ്പോൾ ആ ബാറിൽ കയറി ഒന്ന് മിനിങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്താണ് ഈ തിയേറ്ററിലേക്ക് പോകുന്ന പരിപാടി. അങ്ങനെ ഇവർ 2 പേരും കൂടെ നേരെ പ്രവീണും വിനുവും കൂടെ ആർക്കാഡിയ വരുന്നു. ആർക്കാഡിയ വന്ന് ഇവർ മദ്യപിച്ച ശേഷം ഇവർ പുറത്തിറങ്ങി KSRTCക്ക് നേരെ ഓപ്പോസിറ്റുള്ള തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് സിനിമയ്ക്കും പോയി അവർ സിനിമ കണ്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ വിനു പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോ കട്ടനും ഓരോ ഓംലെറ്റും കഴിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ട് വന്ന് KSRTCയുടെ ഓപ്പോസിറ്റ് തട്ടുകടയിൽ വന്നു. അവിടെ ഇത് ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഓമ്നി വാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് KSRTCയുടെ സൈഡിൽ വന്ന് കിടന്നു. KSRTC സ്റ്റാൻഡിലോട്ട് കയറുന്ന സൈഡിൽ വന്ന് കിടന്നു. ഓമ്നി വാനിൽ ഇരുന്ന ആൾ ബാക്കിലെ ഗ്ലാസ് തുറന്ന് വിനുവിനെ വിളിച്ചു. വിനു നേരെ റോഡ് ക്രോസ് ചെയ്ത് അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന വിനു
തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്ന പ്രവീൺ ചോദിച്ചു ആരാടാ എന്ന് ചോദിച്ചു. അവൻ്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു, നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവർ പ്രവീൺ പറഞ്ഞതിനെന്താ നമുക്ക് പോയിട്ട് വരാം, കൂടെ മദ്യപിച്ചിട്ടുണ്ടല്ലോ പോകാമെന്ന് പറഞ്ഞു. നേരെ മെഡിക്കൽ കോളേജ് റൂട്ട്, അവിടെ ഗാന്ധിനഗർ റോഡ്, അവിടെ നിന്ന് അങ്ങോട്ട് തിരിയുന്നുണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് കോട്ടയത്ത് നിന്ന് അങ്ങോട്ട് ചെന്ന് ഗാന്ധിനഗർ റോഡ്, ഏറ്റുമാനൂർ റൂട്ടിൽ അങ്ങോട്ട് ചെന്ന് ഗാന്ധിനഗർ റോഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഇപ്പോഴും അത് വിജനമാണ്, ഇപ്പോഴും വിജനമാണ്. അന്ന് അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതാണ്ട് 10-20 കൊല്ലം മുമ്പുള്ള വിജനത എന്ന് ആലോചിച്ച് നോക്കുക. അത്രയും വിജനമായി കിടക്കുകയാണ് സ്ഥലം. അവിടെ എത്തിയപ്പോൾ ഈ ബൈക്കിനെ ഓമ്നി വന്ന് ക്രോസ് ചെയ്ത് പ്രവീണിനെ തൂക്കിയവർ വണ്ടിക്കകത്തിട്ടു. വിനു ഈ വണ്ടി നേരെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തോട്ട് ഓടിപ്പോവുകയും ചെയ്തു. വിനു നേരെ ഇതെല്ലാം കണ്ട് സംഭവം ഓക്കെ, ഒന്നും അറിയാത്ത രീതിയിൽ വിനു നേരെ തിരിച്ചു പോവുകയും ചെയ്തു. ഈ വാഹനം നേരെ പല മേഖലകളും ചുറ്റി ആദ്യം തണ്ണീർമുക്കം ബണ്ടിന് സമീപത്തെ ആളൊഴിഞ്ഞ മേഖലയിൽ വന്നു. ആളൊഴിഞ്ഞ മേഖലയിൽ ഈ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇവൻ്റെ കുറ്റവിചാരണ നടക്കുന്നത്. പ്രവീണിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്നത് ഷാജിയാണെന്ന് ഈ പ്രവീൺ കണ്ടില്ലായിരുന്നു. ബാക്കിൽ ഇങ്ങനെ 2 പേര് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. വണ്ടിയിൽ തിരിഞ്ഞിരുന്ന ഷാജി ഈ കുറ്റവിചാരണ നടത്തി. കുറ്റവിചാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീൺ ഷാജിയോട് ചെയ്ത വിശ്വാസവഞ്ചനയുടെ ഓരോ ഘട്ടങ്ങളും ഷാജി എണ്ണി പറഞ്ഞു. ഈ സമയത്തെല്ലാം പ്രവീണിന് നല്ല മർദ്ദനം കിട്ടുന്നുണ്ട്, നല്ല രീതി മർദ്ദിക്കുന്നുണ്ട്. ഈ കിലോമീറ്ററുകളോളം ഓടി വണ്ടി ഇങ്ങനെ പതിയെ ഓടി ഈ സഞ്ചാരപാതയിലൊക്കെ ഇവൻ്റെ വിചാരണയും നടന്നു. ഇയാളുടെ വിചാരണയും നടന്ന് നേരെ കൊണ്ടുവന്ന് വിജനമായൊരു സ്ഥലത്ത് കൊണ്ടിട്ട് ഇയാളുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി കളഞ്ഞു. മുറുക്കി വലിച്ചതിൽ ഒന്ന് ഷാജിയാണ്, ഒന്ന് ഇടത് ഭാഗത്തിരുന്ന പ്രിയനാണ്. ഇവർ 2 പേരും കൂടി വലിച്ചു. വലതു ഭാഗത്തിരുന്ന വാഹനത്തിൻ്റെ വലതു ഭാഗത്തിരുന്ന പ്രിയനും മുമ്പിലിരുന്ന ഷാജിയും കൂടെ ഈ പറയുന്ന തുണി ചുറ്റി വലിച്ചു. അപ്പോൾ സജി അതിന് കൂട്ടു നിൽക്കുകയും ചെയ്തു. അങ്ങനെ മരണം സംഭവിച്ച ശേഷം ആളൊഴിഞ്ഞ മേഖലയിലിട്ട് പുറത്തിട്ട് ഈ ബോഡി പീസാക്കി മാറ്റി. 6 ഭാഗമുണ്ടായിരുന്നു ഇതിന്. ഈ 6 ഭാഗത്തിൽ 2 ഭാഗമെന്ന് പറയുന്നത് 2 കാലുകൾ. ഈ 2 കാലുകൾ ഇവർ ആദ്യം കൊണ്ടുവന്ന് ചീപ്പുങ്കൽ പാലത്തിൽ എറിഞ്ഞു കളഞ്ഞു, കോട്ടയത്തെ ചീപ്പുങ്കൽ. പിന്നെ 2 കൈ മീനച്ചിലാറിൽ എറിഞ്ഞു കളഞ്ഞു. അതുപോലെ തന്നെ കൊണ്ടുവന്ന് എടുത്ത് അവർ ആദ്യം ഇടുന്നത് ഉടലാണ്. ഇത് വെട്ടി പീസാക്കിയിട്ട് ഉടലെടുത്ത് തണ്ണീർമുക്കം ബണ്ടിലിട്ട് കളഞ്ഞു. ബണ്ടിലെറിഞ്ഞ് കളഞ്ഞിട്ടാണ് ഇവർ ബാക്കിയുള്ള ഭാഗങ്ങൾ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്. ഒന്ന് ചീപ്പുങ്കലും എറിഞ്ഞു, ഒന്ന് മീനച്ചിലാറിലും എറിഞ്ഞു. ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് എറിഞ്ഞു. പിന്നെ ഇവരുടെ കയ്യിലുള്ളത് തലഭാഗമാണ്, തല മാത്രമാണ്. അങ്ങനെ തല ഇവരെന്നതിന് ശേഷം എറണാകുളത്തേക്ക് പള്ളുരുത്തിക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും എറിയണം. ഈ തല എന്ന് പറയുന്നത് കണ്ടെത്തിക്കഴിഞ്ഞാൽ കൊലപാതകം പൂർണ്ണമാവും. തല കൂടി കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിൻ്റെ എല്ലാ ഘട്ടവും കഴിഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാൻ കുറേയൊക്കെ സാധിക്കും, പിടിച്ചു നിൽക്കാൻ കുറേയൊക്കെ സാധിക്കും. ഇപ്പം ഷാജിക്ക് ആ ഒരു ബുദ്ധിയും കൂടെ ഉണ്ട്, തല കൊടുക്കരുത് ഒരു കാരണവശാലും. പിടിക്കപ്പെട്ടാലും തല കൊടുക്കാൻ പാടില്ല. അതിനാണ് ഈ തല പ്രത്യേകമായി കൊണ്ടുപോകുന്നതിനിടെ ഇവർ അരൂരൊരു ബാറിൽ കയറി. ആ ബാറിൽ കയറി പല ഭാഗങ്ങളിലായി ഷാജി വേറെയും കയറി, ഇവർ വേറെയും കയറി. അപ്പോഴാണ് ഷാജിയുടെ ഇരുന്ന ഭാഗത്ത് നിന്നൊരു ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൻ്റെ പിൻഭാഗത്ത് ഒഴിഞ്ഞ സ്ഥലമാണ്. അങ്ങനെ നേരെ താഴെ വന്ന് ഇവർക്ക് നിർദ്ദേശം നൽകി പിന്നെ ഈ പിൻഭാഗത്ത് കുഴിച്ചിടാൻ. അങ്ങനെ ഇവരെല്ലാവരോടെ ചേർന്ന് ഈ പിൻഭാഗത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇത് ഷാജി നോക്കി നിന്നതേ ഉള്ളൂ. ഇത് കുഴിച്ചിട്ട ശേഷം തിരിച്ചു വന്ന് ഈ ഗുണ്ടകളെല്ലാം വാഹനത്തിൽ കയറി, ഷാജിയും കയറി തിരിച്ചുപോയി. ഗുണ്ടകളെ പറഞ്ഞയച്ച ശേഷം അവർ എറണാകുളത്തേക്ക് കയറിപ്പോയി. ഷാജി നേരെ കോട്ടയത്തേക്കും വന്നു. കോട്ടയത്തേക്ക് വരുന്ന ഷാജി അവിടെ ഒരു റൂമൊക്കെ എടുത്ത് താമസിച്ചോണ്ടിരുന്നപ്പോൾ ഷാജിയുടെ മനസ്സിൽ വരുന്ന ഒരു കഥയാണ് ഈ ഗുണ്ടകൾ ഒറ്റിയാലോ, അതായത് പിടിക്കപ്പെടുന്ന ഗുണ്ടകൾ തന്നെ ഒറ്റിയാലോ, പോലീസിനോട് പറഞ്ഞു കൊടുക്കുന്നു തല എവിടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു ചിന്ത പോലീസ് ബുദ്ധിയാണ്. അപ്പോൾ ഷാജി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി രാത്രി തന്നെ തിരിച്ചു വന്ന് ബാർ അടച്ച ശേഷമുള്ള പുറകുവശത്തെ ആ മണ്ണ് ഷാജി മാന്തി ആ തല പ്ലാസ്റ്റിക് കവറിൽ എടുത്തുകൊണ്ട് പോയി. പ്ലാസ്റ്റിക് കവറിൽ എടുത്തുകൊണ്ട് പോയ ശേഷം നമ്മുടെ കൊച്ചി കായലുണ്ടല്ലോ, കൊച്ചി കായൽ കൊണ്ടുവന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വണ്ടിയും കഴുകി, ഒരു സുഹൃത്തിൻ്റെ വണ്ടിയായിരുന്നു, ഇതും തിരിച്ചു ഏൽപ്പിച്ച് ഷാജി നേരെ മലപ്പുറത്തിന് പോയി കളഞ്ഞു. ഇതിന് ശേഷമാണ് പിന്നെ ഈ സംഭവം അവിടെ കംപ്ലീറ്റ് ആയി. ഇതിന് ശേഷം നേരെ വിജയമ്മ പവിത്രനെ പിന്നെ വിവരം അറിയിച്ചു. മകൻ പ്രവീൺ
വിജയമ്മ എന്ന് പറയുന്നത് പ്രവീണിൻ്റെ അമ്മ. പ്രവീണിൻ്റെ അമ്മ വിജയമ്മ. അപ്പോൾ പവിത്രനെ വിളിച്ച് പറഞ്ഞു മകൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ മകനെ തിരക്കി നടക്കുകയാണ് പവിത്രൻ. ഇദ്ദേഹം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒരു കത്ത് വന്നു. ഇദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടി. കത്തിൽ പ്രവീണാണ് എഴുതിയിരിക്കുന്നത്. പ്രവീൺ എഴുതിയിരിക്കുന്നത് പിന്നെ ഞാൻ ബോംബെക്ക് പോവുകയാണ്, എനിക്ക് അവിടെ ഒരു പുതിയ ജോലി ശരിയായിട്ടുണ്ട്, കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വരികയുള്ളൂ, തൽക്കാലം എന്നെ അന്വേഷിക്കേണ്ട, അച്ഛനും അമ്മയും സ്വസ്ഥമായി ഇരിക്കും, ഞാൻ തിരിച്ചെത്തുമെന്നൊക്കെ പറഞ്ഞുള്ള ഒരു കത്താണ്. അങ്ങനെ ഇദ്ദേഹം ആലോചിച്ചു, ഈ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ പ്രവീണിന് അറിയാം, എന്തെങ്കിലും താമസിക്കുകയാണെങ്കിൽ പ്രവീൺ എവിടെന്നെങ്കിലും ഫോണിൽ വഴി വിളിച്ച് വിവരം അറിയിക്കാറുണ്ട്. അപ്പോൾ വിജയമ്മ ഈവൻ വാഹനം ഓടിക്കുന്ന, അത് പ്രവീൺ വാഹനം ഓടിക്കുന്ന ഉടമയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഇന്ന് വന്നിട്ടില്ല, ഡ്യൂട്ടിക്കൊട്ട് വന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പവിത്രനെ വിളിച്ച് പറയുന്നത്. അങ്ങനെ പവിത്രൻ നേരെ വന്നപ്പോഴാണ് ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്ത് വരുന്നത്. ഈ കത്തുമായിട്ട് ഇയാൾ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ചെന്നു. ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ചെന്നപ്പം ഈ പരാതി നൽകി, എൻ്റെ മകനെ കാണാനില്ല എന്നുള്ള റിട്ടേൺ പരാതിയുമായിട്ടാണ് ചെല്ലുന്നത്, എഴുതിക്കൊണ്ട് ചെല്ലുകയാണ്. ആ പരാതിയുടെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് പിന്നെ സംശയമുള്ള ഒരാളെക്കുറിച്ചാണ്, അതായത് DYSP ഷാജി മർദ്ദിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് വായിച്ച ഇൻസ്പെക്ടർ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. ഇതെന്താണ് സംഭവം, ഇതൊരു DYSP ആണ്, ഇദ്ദേഹത്തെക്കുറിച്ചാണോ നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അന്നാണ് ആദ്യമായി പവിത്രൻ തൻ്റെ മകനെ മർദ്ദിച്ച കഥ പറയുന്നത്. ഇവർ ഇത് പരാതിയൊന്നും കൊടുത്തിരുന്നില്ല, പ്രവീണിന്റെ കൈ ചവിട്ടി ഓടിച്ചിട്ട് ഇവർ പരാതിയൊന്നും കൊടുത്തിരുന്നില്ല, പേടിച്ച് ഇവന്റെ കയ്യിലിരിപ്പാണ്, DYSP ആണ് ഇവന്റെ, മാത്രമല്ല പ്രവീണിന്റെ കയ്യിലിരിപ്പാണെന്ന് ഏകദേശമൊക്കെ പിതാവിന് മനസ്സിലായി. കയ്യിലിരിപ്പ് വെറുതെ ഒന്നും പിന്നെ ഈ ഷാജി കയറി തൻ്റെ മകനെ മർദ്ദിക്കില്ല എന്നുള്ള കാര്യം പിതാവിന് മനസ്സിലായതുകൊണ്ട് പിതാവ് ഇതിൽ പരാതിയുമായി പോയില്ല. അതുകൊണ്ട് നേരെ ഈ കാര്യങ്ങളെല്ലാം, അതായത് അടി കൊണ്ട കഥ മുഴുവനായി പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട സബ് ഇൻസ്പെക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരം നേരെ SP വഹാബിനെ അറിയിച്ചു. അതിനു മുമ്പ് തന്നെ അവിടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നേരിട്ട് SP ഓഫീസിൽ നിന്നുള്ള ആളാണ്, SP ഓഫീസിൽ നിന്നും വന്നിട്ടുള്ള ആളാണ്, അതായത് SP-യുടെ ഡയറക്റ്റ് റൂളിലുള്ള ആളാണ്. ഇത് തങ്ങൾ അറിയിച്ചില്ലെങ്കിലും ഈ സ്പെഷ്യൽ ബ്രാഞ്ചുകാരൻ അവിടെ SP വിവരം അറിയിക്കും. ഇത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സ്റ്റേഷനുള്ളിലെ സ്പെഷ്യൽ ബ്രാഞ്ചുകാരെയാണ് CIക്ക് വരെ പേടി. SB-കാരെന്നാണ് പറയുന്നത്. അവരെ നിൽക്കുമ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വതും ഇങ്ങനെ ചെവിയോർത്തെടുക്കും, സ്റ്റേഷനിൽ നടക്കുന്നതും എടുക്കും, നാട്ടിൽ നടക്കുന്നതും എടുക്കും. അതുകൊണ്ട് അവർ ഡയറക്റ്റ് SP-യുടെ അണ്ടർ വരുന്നവരുമാണ്. അപ്പോൾ ഇദ്ദേഹം നേരെ SP-യെ വിളിച്ച് ഈ കാര്യം അറിയിച്ചു. DYSP ഷാജിക്കെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യമായി അന്വേഷിക്കാൻ വഹാബ് IPS നിർദ്ദേശം നൽകി. അങ്ങനെ ഇരിക്കുകയാണ് സ്റ്റേഷനിൽ മറ്റൊരു കോൾ വരുന്നത്. ചേപ്പുങ്കൽ പാലത്തിൻ്റെ അടിയിൽ 2 കാലുകൾ പൊങ്ങിയിട്ടുണ്ടെന്ന്. പോലീസ് ഈ കാലുകൾ റിക്കവർ ചെയ്തു. ഇത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം പവിത്രനെ വിളിച്ചു വരുത്തി ഈ കാലുകൾ കാണിച്ചപ്പോൾ ഇതിൽ മുറിവുണ്ട്. അതായത് കാലിൻ്റെ പുറകു സൈഡിൽ ഒരു മറുകുമുണ്ട്, മുട്ടിലൊരു മുറിവുമുണ്ട്. ഇയാളുടെ ഒരു പ്രത്യേകത, ഈ പ്രവീണിൻ്റെ പ്രത്യേകത, ഇയാൾ വീട്ടിലൊക്കെ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആളാണ്, ബെർമുഡ പോലെയുള്ളതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ പിതാവിന് മകൻ്റെ കാല് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ പവിത്രൻ പറഞ്ഞു, ഇത് എൻ്റെ മകൻ്റെ കാലാണ്, ഇതിലൊന്നും സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പറഞ്ഞു. അതോടുകൂടി ഈ കേസിൻ്റെ FIR ഓൾട്ടർ ചെയ്തു. അതുവരെ മാൻ മിസ്സിംഗ് കേസാണ് ഇതിൽ എടുത്തിരുന്നത്. മാൻ മിസ്സിംഗ് കേസ് എടുത്ത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഓൾട്ടർ ചെയ്തു, സെക്ഷൻ ഓൾട്ടർ ചെയ്തു, കൊലപാതകമാക്കി മാറ്റി, കൊലപാതകത്തിനുള്ള വകുപ്പുകൾ എഴുതി ചേർത്തു. പിന്നീട് ഓരോ ഘട്ടത്തിലായി, അപ്പോൾ തന്നെ SP-ക്ക് വിവരം പോയി, ഇദ്ദേഹമാണ് മരിച്ചിരിക്കുന്നത്, പ്രവീണാണ് മരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ SP വഹാബ് IPS പ്രവീണിനെ കാണാതായ ഡേറ്റ്, അതായത് ഫെബ്രുവരി 14 മുതൽ ഫെബ്രുവരി 16 വരെ ഇത്രയും ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ പിന്നെ ഷാജി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോൾ രേഖകളിലെല്ലാം ഉണ്ട്, അദ്ദേഹം അവിടെ ഡ്യൂട്ടിയിലുണ്ട്. പോലീസിനാകെ കൺഫ്യൂഷനായി. വഹാബ് ഒരു തീരുമാനം ഇവിടെ പോലീസ് ആസ്ഥാനത്ത് ഈ ഒരു വിഷയം അറിയിച്ചു. ഈ പറയുന്ന DYSP-യെ വിളിച്ചു വരുത്താനുള്ള നിർദ്ദേശം SP-ക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും കൊടുത്തു, PHQ-ന്ന് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ PHQ-ൽ നിന്നുള്ള കിട്ടിയ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ SP ഈ DYSP-യെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഷാജി ആദ്യമേ പറഞ്ഞു, ഈ കാര്യം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അവൻ അടി കൊടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കിൽ കൃത്രിമം കാണിച്ചു, പണത്തിൻ്റെ ഇടപാടുകളിൽ കൃത്രിമം കാണിച്ചു. അതൊരു വിശ്വാസവഞ്ചനയല്ല. അങ്ങനെ ഞാൻ 2 അടി കൊടുത്ത് അതവിടെ അവസാനിക്കുകയും ചെയ്തു.
അവനെ ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. എൻ്റെ ഭാര്യയുടെ പേരിലാണ് ഈ വാഹനങ്ങളൊക്കെ ഉള്ളത്. സാധാരണ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും കാണിക്കുന്ന ഒരു പരിപാടി എന്നുള്ള രീതിയിൽ ആദ്യത്തെ ദിവസം പറഞ്ഞു വിട്ടു. ഇങ്ങനെ പോകവെയാണ് മൂന്നാമത്തെ ദിവസം അടുത്ത സാധനം കിട്ടുന്നത്. അത് 2 കൈകളായിരുന്നു. അത് മീനച്ചിലാറിൻ്റെ കൈവഴിയിൽ നിന്നാണ് ഈ 2 കൈകൾ കിട്ടുന്നത്. അതിൽ ഇടത് കൈയിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു. വീണ്ടും പവിത്രനെ പോലീസ് കൊണ്ടുവന്നു. ആ വാച്ച് മകൻ്റേതാണെന്ന് പവിത്രൻ പറഞ്ഞു. കാര്യം സീരിയസ് ആയി പോവുകയാണ്. ഇതോടുകൂടി ഈ പറയുന്ന കോട്ടയത്ത് നിന്ന് പോരുതെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. കോട്ടയത്ത് നിന്ന് ഷാജി കോട്ടയത്ത് നിന്ന് മലപ്പുറത്ത് പോയി തൽക്കാലം ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തതെന്നുള്ള നിർദ്ദേശം നൽകി. വീണ്ടും വിളിച്ചു വരുത്തി സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷേ ഷാജി കൃത്യമായ ഉത്തരങ്ങൾ നൽകി കൊടുക്കി. അതായത് ഷാജി ഒരു പോലീസുകാരൻ്റെ കൂർമ്മ ബുദ്ധിയുള്ള ഒരാളാണ്. എന്ത് പോലീസ് ചോദിക്കുമെന്ന് ഷാജിക്ക് നന്നായി അറിയാം. അതോടുകൂടി ഷാജിയെ ഒരു തരത്തിലും പിടുത്തം വീഴത്തില്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നു. ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഷാജി വരും, വൈകുന്നേരം വരെ ചോദ്യം ചോദിക്കും, പറഞ്ഞുവിടും. മൂന്നാമത്തെ ദിവസം പിന്നെ ഈ കണ്ടെയ്നർ ഒരു ടോറസ് ലോറി പിന്നെ തമിഴ്നാട്ടിൽ വരുന്ന തണ്ണീർമുക്കം ബണ്ട് വഴി വരുന്ന ഒരു തമിഴ് ലോറി ഇത് കൊണ്ടുവന്ന് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഭാഗത്ത് നിർത്തി ഇവർ ഈ പറയുന്ന ബാത്റൂമിൽ പോകുന്നതിന് വേണ്ടി ഇറങ്ങിയ ശേഷം ഇത് കഴിഞ്ഞ് ഇവർ വെള്ളത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ഉടൽ കിട്ടുന്നത്. ഉടൽ കൂടി കിട്ടിയതോടുകൂടി ഇവർ നേരെ പോലീസിനെ വിളിച്ചു പറഞ്ഞു. ഇവരെല്ലാം വിളിച്ചു പറഞ്ഞു. ഇവരെവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാർ കൂടി പോലീസിനെ വിളിച്ചു പറഞ്ഞു. ഇതോടുകൂടി ഷാജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നിർദ്ദേശം പിന്നെ പറഞ്ഞു. അതിനിടയിൽ തന്നെ മറ്റൊരു കഥ കിട്ടി പോലീസിന്. ആ കഥ ഞാൻ വഴിയേ പറയാം. മറ്റൊരു കഥ കിട്ടിയതോടുകൂടി പിന്നെ ഷാജിയുടെ മൊത്തത്തിലുള്ള ഇത് പോയി. അപ്പോൾ ഷാജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ഇതുപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടു. 7 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിക്ക് കൊടുത്തു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ചോദ്യങ്ങളായിരുന്നു ഷാജിക്ക്. ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നു. അപ്പോഴും തല കിട്ടിയിട്ടില്ല. ഷാജി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഷാജി മറുപടി പറഞ്ഞു. ഒടുവിൽ ഷാജിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള കഥകൾ ഷാജിക്ക് മുന്നിൽ എടുത്തിട്ടു. അതാണ് ഷാജിക്ക് 3 ഭാര്യമാരുണ്ട്. ആദ്യ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ, മൂന്നാമത്തെ ഭാര്യ. ഈ മൂന്നാമത്തെ ഭാര്യയാണ് പള്ളുരുത്തിയിൽ താമസിക്കുന്ന ഈ സ്ത്രീയുമായി പ്രവീണിന് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യമെല്ലാം പോലീസ് കണ്ടെത്തി. എല്ലാം പൊളിഞ്ഞു തുടങ്ങി. അതായത് എന്തായിരുന്നു ഇത്രയും വലിയ പ്രതികാരം? കണക്കിലെ കളിയായിരുന്നു എന്ന് എന്തിന് കള്ളം പറഞ്ഞു? കണക്കിലെ കള്ളത്തരമാണെന്ന് എന്തിന് കള്ളം പറഞ്ഞു? ഫോൺ പിന്നെ വിവരങ്ങൾ അടക്കമുള്ളവ പിന്നെ ഷാജിക്ക് മുമ്പിൽ വന്നു. അതിനു മുമ്പ് തന്നെ ഈ വിനു എന്ന് പറയുന്ന ബന്ധുവിനെ പോക്കി. ഈ വിനുവാണ് ശരിക്കും ഷാജിയെ പെടുത്തിക്കളഞ്ഞത്. ഈ വിനുവിൻ്റെ മൊഴിയിൽ പ്രശ്നമുണ്ടായിരുന്നു, വൈരുദ്ധ്യം വന്നു. ഷാജിയെ പോലെ മറുപടി പറയാൻ വിനുവിന് അറിയില്ലായിരുന്നു. വിനുവിൻ്റെ ചോദ്യങ്ങൾ മാറ്റിയിരുത്തിയുള്ള വിനുവിനുള്ള ചോദ്യങ്ങളിൽ അയാൾ പെട്ടുപോയി. അയാൾ പിടുത്തം കൊടുത്തതോടുകൂടി ഷാജിക്ക് പിന്നെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഷാജിക്ക് പിടുത്തമില്ലാതായി. അതോടുകൂടി പിന്നെ തെളിവുണ്ടാക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് ഇവർ കടന്നു. ഈ പോലീസ് അന്വേഷണ സംഘം കടന്നു. അപ്പോഴും ആലോചിക്കണം, ഈ പറയുന്ന സാധനം ഇവരുടെ കിട്ടിയിട്ടില്ല, തല കിട്ടിയിട്ടില്ല. ഷാജി കുറ്റം സമ്മതിച്ചു. ഷാജി പറഞ്ഞു തല എവിടെ കൊണ്ടിട്ടതെന്ന് ചോദിച്ചു. ഷാജി പല സ്ഥലങ്ങളും പറഞ്ഞു. ഒടുവിൽ അരൂര് ബാറിൻ്റെ പുറകോശം പറഞ്ഞു. ഷാജിയുമായി പോലീസ് അരൂര് ബാറിൻ്റെ പുറകോശത്ത് വന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ തലയോട് ചേർന്ന കുറച്ച് മാംസ പീസുകളും കുറച്ച് മുടിയും കിട്ടി. ഇതല്ലാതെ തല അവിടെ ഇല്ല. തല ഷാജി കൊണ്ടുപോയി കൊച്ചിക്കായലിൽ എറിഞ്ഞല്ലോ, അതവിടെ ഇല്ല. അതോടുകൂടി ഷാജി പറഞ്ഞു എനിക്കറിയില്ല, ഞാനിവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടേ എന്ന് പറഞ്ഞു. എനിക്ക് ഈ സംഗതിയെക്കുറിച്ച് പിന്നെന്ത് സംഭവിച്ചെന്നറിയില്ല. ഷാജിക്കൊപ്പം ഉണ്ടായിരുന്ന പള്ളുരുത്തി പ്രിയൻ, കണ്ടെയ്നർ സുനിൽ പിന്നെ സജി, ഈ 3 പേരും അപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. ഇവർ 3 പേരും മുങ്ങിയതാണ്. ഷാജിയെ പിടിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ അവർ സ്ഥലം വിട്ടു. അപ്പോൾ അവരെ കിട്ടാതെ ഒരു മാർഗ്ഗവുമില്ല. അവരെ കിട്ടിയാലേ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂ. ഈ വിനുവാണെങ്കിൽ ഒന്നും അറിയത്തുമില്ല. അതായത് ഞാൻ കൊണ്ടുവന്ന് ഇയാളെ കൈമാറിയതിന് ശേഷം അയാൾ മടങ്ങിപ്പോയി. ഈ കൊന്നതോ കൊണ്ടുപോയി കുഴിച്ചിട്ടതോ ഒന്നും തന്നെ ഇയാൾക്ക് ഒന്നും അറിയില്ല. അത്തരത്തിലുള്ള ഒരാളെ എന്ത് പറയാനാണെന്നുള്ളൊരു പ്രശ്നം ഇപ്പുറത്ത് കിടപ്പുണ്ട്. അയാളിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കിട്ടിക്കഴിഞ്ഞു. ഷാജിയുടെ ഏർപ്പാടായിരുന്നു ഇതെന്നുള്ളത്. പ്രവീണിനെ ഞാനാണ് കൊണ്ടുകൊടുത്തതെന്നുള്ള സമ്മതം അയാൾ കൊടുത്തു കഴിഞ്ഞു. അതോടുകൂടിയാണ് ഷാജി കുറ്റം സമ്മതിക്കേണ്ടി വന്നത്. ഷാജി ഒരിക്കലും പിടികൊടുക്കത്തില്ലായിരുന്നു. ഈ വിനു ഇല്ലായിരുന്നെങ്കിൽ ഷാജിക്ക് പിടുത്തം വീഴത്തില്ലായിരുന്നു. ഇവന്മാർ മുങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ DYSP ഷാജി സേഫായിരുന്നു. അങ്ങനെ ഇയാളുമായിട്ട് ഇങ്ങനെ പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കഴിയാണ്. അപ്പം
തല കിട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്ത് കേസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് സംഗതി ബാക്കിയുള്ള തെളിവുകൾ ശേഖരിച്ച് ബാക്കിയുള്ള പ്രതികളെ പിടിക്കുന്ന ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കെ പുലർച്ചെ കൊച്ചി കായലിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ ഈ തല കുടുങ്ങി അയാൾ ഇത് കോരിയെടുത്തപ്പോൾ ഇതൊരു തലയോട്ടിയാണ്. തലയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പറയാൻ പറ്റില്ല, ഒരു തലയോട്ടിയായി മാംസമൊക്കെ ഏകദേശമൊക്കെ ഇളകിപ്പോയി വികൃതമായി പോയൊരു തലഭാഗം. ഇത് ഇയാൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് തലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അരൂരിലൊക്കെ നടക്കുമായിരുന്നു. പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഇത് പോയി അന്വേഷിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തുടർച്ചയായി പത്രങ്ങളിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് പ്രവീണിൻ്റെ തലയാണോ എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഇത് കൊച്ചി പോലീസിന് ഇറക്കി കൊടുത്തു. കൊച്ചി പോലീസ് ഇത് കോട്ടയം പോലീസിന് കൈമാറി. കോട്ടയം പോലീസ് ഇത് ഫേസിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ പരിശോധന, അതായത് മുഖം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു അന്ന് വന്നിട്ടേ ഉള്ളൂ. ഹൈദരാബാദിൽ മാത്രമാണത് അന്നത് ഉണ്ടായിരുന്നത്. ഈ സാധനത്തിന് വേണ്ടി ഹൈദരാബാദിൽ നിന്ന് ആളെ വിളിച്ചു വരുത്തി ഈ വീണ്ടും ഇത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് കറക്റ്റാണ്. ഒപ്പം DNA-യും മാച്ചാണ്. ഇതോടുകൂടി ഷാജിയുടെ കുരുക്ക് മുറുകി. 2006 ഈ കേസിൽ റിമാൻഡിൽ കഴിയവേ തന്നെ ഈ പ്രതികളെ ആരെയും കിട്ടുന്നില്ല, ഗുണ്ടകളെ ആരെയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഷാജിക്ക് ജാമ്യം കിട്ടും. കോടതി സ്വാഭാവികമായിട്ട് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാതിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവിക ജാമ്യം ഷാജിക്ക് ലഭിക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഷാജിയെ പൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ കേസ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. വഹാബ് കേസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു FIR-ൽ ഷാജി പ്രതി ഷാജി ഒരു പ്രതി, അതുപോലെ വിനു ഒരു പ്രതി, അങ്ങനെ 2 പ്രതികൾ. രണ്ടാമത്തെ FIR-ൽ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ പ്രിയനും സുനിലും സജി ഇത്രയും പേര് പ്രതി. ഇങ്ങനെ ഇത് കേസ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കളഞ്ഞു. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി കുറ്റപത്രമായി കൊടുത്തു. അതോടുകൂടി ഷാജിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഇയാളെ 2006 ഇയാളെ ശിക്ഷിച്ചു. ഇയാൾക്ക് ജീവപര്യന്തം, വിനുവിനും ജീവപര്യന്തം, 2 പേർക്ക് ജീവപര്യന്തം കൊടുത്തു. പക്ഷേ കോട്ടയം സെഷൻസ് കോടതി അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിധിയാണ് പറഞ്ഞത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും, പ്രിയനും സുനിലൂടെ വന്ന് കീഴടങ്ങി. ഈ പള്ളുരുത്തി പ്രിയനും കണ്ടെയ്നർ സുനിലൂടെ വന്ന് കീഴടങ്ങി. കണ്ടെയ്നർ സുനിലിനെയും പ്രിയനെയും കൂടി വധശിക്ഷയ്ക്ക് വിധിച്ചോളാം. വധശിക്ഷയ്ക്ക് രണ്ടാമത്തെ കുറ്റപത്രത്തിൽ. അതിന് കാരണമായിട്ട് ജഡ്ജി പറഞ്ഞത് ഇവർക്കൊരു മോട്ടീവ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഷാജിക്കും വിനുവിനും ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യയെ അവിഹിതത്തിന് എത്തിയ ഒരാളെ കൊലപ്പെടുത്തി. അതൊരു മോട്ടീവ് അയാൾക്കുണ്ടായിരുന്നു. ഇവരെന്താ ചെയ്തിരിക്കുന്നത്? കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കൊട്ടേഷൻ ഏറ്റെടുത്തവരെ വെറുതെ വിടാൻ ശിക്ഷ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് ഞാൻ കൊടുക്കുന്നത് തെറ്റായ സന്ദേശം, ഈ കോടതി കൊടുക്കുന്നത് തെറ്റായ സന്ദേശമായിരിക്കും. അതുകൊണ്ട് വധശിക്ഷ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന 2 പേർക്കും വധശിക്ഷയാണെന്ന് വിധിച്ചത്. ഇവർക്ക് വധശിക്ഷ കിട്ടിയെന്ന് അറിഞ്ഞതോടുകൂടി സജി കീഴടങ്ങാനുള്ള തീരുമാനം മതിയാക്കി കടന്നു കളഞ്ഞു. സജി ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞു, ആന്ധ്രയിലേക്ക് കടന്നു കളഞ്ഞു. കുടുംബം അടക്കം സജി പോകുന്നത്, സജി ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞ ശേഷം കുടുംബത്തെ ആന്ധ്രയിലേക്ക് പോയി അവിടെ ഒരു സെറ്റിലായ ശേഷം കുടുംബത്തെയും കൊണ്ടുപോയി കളഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് സജി പോവുകയും ചെയ്തു. പിന്നെ 2014 വരെ ഈ സജി ഒളിവിലായിരുന്നു. 2014 ഒക്ടോബറിലാണ് സജിയെ പിടികൂടുന്നത്. സജി ഇവിടെ വടകര എത്തിയ സമയത്ത് സജിയെ ഈ പോലീസ് പിടിക്കുകയായിരുന്നു. ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് അവർ പിടിക്കുകയായിരുന്നു. അവർ പിടിച്ചിട്ടാണ് പോലീസിനെ ഏൽപ്പിക്കുന്നത്. അയാളെ പിന്നെ ശിക്ഷിച്ചു. ഈ ഷാജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം തുടങ്ങിയപ്പോൾ ഒരു കഥ പറഞ്ഞല്ലോ. ഒന്നാമത്തെ മകൻ വിടുതലിന് വേണ്ടി ശ്രമിക്കുന്നു, രണ്ടാമത്തെ മകൻ അതിനെ എതിർക്കുന്നു. ജയിലിൽ തന്നെ കിടക്കുക, അല്ലെങ്കിൽ തനിക്കും അമ്മയ്ക്കും അപായമാണ് എന്ന് കഴിഞ്ഞ ഭാര്യയിലുള്ള മകൻ പറയുന്നു. അതെ, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഷാജി ഈ ലിസ്റ്റിൽപ്പെട്ടു. ഏതാണ്ട് 10-17 വർഷമായി ജയിലിൽ കിടക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ജീവപര്യന്തത്തിന്റെ ശിക്ഷ നല്ല നടപ്പ്, കോടതിക്ക് ജയിലിൽ നല്ല പെരുമാറ്റവും മാന്യമായിട്ടുള്ള പെരുമാറ്റവും ജയിലിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഷാജിക്ക് ശിക്ഷായിളവ് കൊടുക്കാൻ തീരുമാനിച്ച് വെറുതെ വിടുന്ന കുറ്റവിമുക്തരാക്കപ്പെടുന്ന കുറ്റവാളികളുടെ പട്ടികയിൽ ഷാജിയെ ഉൾപ്പെടുത്തിയപ്പോൾ ഷാജിയുടെ രണ്ടാമത്തെ ഭാര്യയുടെ മകൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഗവർണർക്കും പരാതി കൊടുത്തു, ഇത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതിലും അപ്പുറം രാഷ്ട്രപതി വരെ പോകാൻ അവർ തയ്യാറായിരുന്നു, മേൽക്കോടതിയെ സമീപിക്കാനും തയ്യാറായിരുന്നു. അത് ഒരു കൊലപാതകത്തിനുള്ള സാധ്യതയാണ് നിങ്ങൾ തുറന്നിടുന്നത്, എൻ്റെ അമ്മയും ഞാനും കൊല്ലപ്പെടുമെന്നൊക്കെ പറഞ്ഞ്
ഇത് തടഞ്ഞു കളഞ്ഞു. ഇതിന് ശ്രമിച്ച ആരാന്നറിയോ? ഒന്നാമത്തെ ഭാര്യയുടെ മകനായിട്ടുള്ള രാഹുലാണ് ഇതിനു വേണ്ടി ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഭാര്യയുടെ മകൻ രാഹുൽ, അയാളാണ് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ഈ ആയുധം, ഇതിനുപയോഗിച്ച് ശരിക്കുമുള്ള ആയുധം ഇവർക്ക് കിട്ടിയിട്ടില്ല. ഈ ആയുധം ഇവർ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ആയുധം പിന്നീട് ഇവർക്ക് കിട്ടാത്തത് കൊണ്ട് ഇവർ ഷാജിയുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആയുധം എന്ന രീതിയിൽ ഷാജി നിർമ്മിച്ചു എന്ന് പറഞ്ഞ് സാക്ഷിയാക്കിക്കൊണ്ട്, ഒരു കൊല്ലനെ സാക്ഷിയാക്കിക്കൊണ്ട് ഷാജി ഇതിനു വേണ്ടി ഒരു ആയുധം നിർമ്മിച്ചതായി കഥയുണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഷാജി ഇത് നിർമ്മിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ആയുധമാണ്. ഇത് കിട്ടാത്തത് കൊണ്ട് പുതിയതൊരെണ്ണം ഉണ്ടാക്കിച്ച് കൊല്ലനെ കൊണ്ട് സാക്ഷിമൊഴി പറയിച്ചു. ഇതാണ് ഇതിലെ ഈ തെളിവുകൾ. ചിലതൊക്കെ ഷാജിക്കെതിരെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ മരണപ്പെട്ട പ്രവീണിൻ്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല. അതിനിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും മരണപ്പെട്ട പ്രവീണിൻ്റെ ഹിസ്റ്ററി അത്ര നല്ലത് പറയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അതേസമയം തന്നെ ഷാജി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ തനിനിറം പുറത്തു വന്ന ഒരു ക്രൈം കൂടിയായിരുന്നു ഇത്. ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല, തനിക്ക് എന്തും കാട്ടിക്കൂട്ടാം എന്നുള്ളൊരു ധൈര്യം എന്നല്ല, ഒരു അഹങ്കാരം ഷാജിക്കുണ്ടായിരുന്നു. ഷാജി അത് കാട്ടിക്കൂട്ടി. പക്ഷേ നിയമം ഷാജിയെ വെറുതെ വിട്ടില്ല. 2 പതിറ്റാണ്ടോളമായിട്ട് ഷാജി ജയിൽവാസവുമായി മുന്നോട്ട് പോവുകയാണ്. സഹ തടവുകാരായ ഈ പ്രിയൻ മരണപ്പെട്ടു 2021 മെയ്യിൽ കോവിഡ് വന്ന് അത് വിധി നടപ്പാക്കി. പ്രിയനെ സംബന്ധിച്ചിടത്തോളം പ്രിയൻ നേരത്തെ മറ്റൊരു ക്രൈമുമായി ബന്ധപ്പെട്ട് പ്രിയന്റെ പേര് വളരെ വലുതായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ശാശ്വതീകാനന്ദയുടെ മരണം ഓർമ്മയുണ്ടോ? ശാശ്വതീകാനന്ദയെ കൊലപ്പെടുത്തിയത് പ്രിയനാണെന്നായിരുന്നു ഒരു സമയത്തെ കഥ. വ്യാപകമായി ചർച്ച ചെയ്തൊരു കഥയാണ് പ്രിയന്റെ കഥ. പ്രിയൻ ഒട്ടനവധി ക്രൈം കേസുകൾ പ്രിയന്റെ പേരിലുണ്ടായിരുന്നു. പ്രിയന്റെ വിധി കാലം നടപ്പാക്കി. അത് സെല്ലിനുള്ളിൽ തന്നെ കിടന്ന് പ്രിയൻ മരണപ്പെടേണ്ടി വന്നു. ഇതാണ് ഡിവൈഎസ്പി ആർ ഷാജിയുടെ കഥ.